1950 ബ്രസീലിലെ പിന്നെ മറക്കാന സ്റ്റേഡിയം, ഫേമസ് സ്റ്റേഡിയമാണ് അല്ലെ. ആ സ്റ്റേഡിയത്തില് ബ്രസീൽ ആൻഡ് യുറുഗ്വ എന്ന ഫൈനൽ മത്സരം നടക്കുകയാണ്. എല്ലാ കളിയിലും ബ്രസീല് വളരെ എതിരാളികളെ ഒന്നുമല്ലാതാക്കി നിഷ്പ്രഭമാക്കിക്കൊണ്ട് മത്സരം ജയിച്ചു വന്നു. ഫൈനല് മത്സരം നടക്കുകയാണ്. 2 ലക്ഷം ആളുകളാണ് കളി കാണാൻ വേണ്ടി അവിടെ വന്നിരിക്കുന്നത്, ബ്രസീലുകാർ അല്ലെ. അപ്പോൾ ബ്രസീലുകാർ ഉറപ്പിച്ചതാണ് നമ്മൾ ഈ കപ്പ് കൊണ്ടുപോകും, നമ്മൾ തൂക്കും എന്നവര് ഉറപ്പിച്ച കളിയാണ്. കളി സ്റ്റാർട്ട് ചെയ്തു. ദുരന്തം എന്നോണം യുറുഗ്വ ബ്രസീലിനെ തോൽപ്പിച്ച് 2-1 അവര് ലോകകപ്പ് വിജയികളായി. ബ്രസീലിനെ സംബന്ധിച്ച് അവരുടെ ദേശീയ ദുരന്തമായിട്ട് മാറി. ആ ഒരു കാലഘട്ടത്തില് അങ്ങ് അകലെ ദൂരെ റേഡിയോയിൽ ഇരുന്നിട്ട് കളി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആര് നമ്മുടെ പെലെ അറിയല്ലോ, എഡ്സൺ അറാൻഡസ് ഡി ലാസിമെന്റ് എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. അദ്ദേഹത്തിനെ പെലെ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് അല്ലെ, എല്ലാവർക്കും അറിയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഇങ്ങനെ റേഡിയോയിൽ ബ്രസീലിന്റെ തോൽവി കേട്ട് കരയുകയാണ്. അപ്പൊ ഈ മോന് അച്ഛന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, 8 വയസ്സുകാരൻ മകന് വന്നിട്ട് പറയാണ്, അച്ഛാ കരയരുത്, എന്ത് ചെയ്യും, ഞാൻ ഒരു ദിവസം ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് കളിക്കും, കപ്പ് നമ്മുടെ നാട്ടില് കൊണ്ടുവരുമെന്ന് അവൻ പറയുകയാണ്. ആ മകനെ അച്ഛനോട് പറയുകയാണ്. ഓക്കെ, അങ്ങനെ 1958 ബ്രസീൽ ടീമിൽ ഈ 17 വയസ്സായിട്ടുള്ള പയ്യൻ കളിച്ചു. നിർണായകമായിട്ടുള്ള 3 ഗോളുകൾ അടിച്ചുകൊണ്ട് തന്റെ രാജ്യത്തിലേക്ക് കപ്പുമായിട്ട് തിരിച്ചു വന്ന് നാട്ടിൽ കാലുകുത്തിയ നിമിഷം അദ്ദേഹത്തിന്റെ അച്ഛനോടുള്ള വാഗ്ദാനം നിറവേറ്റിയിരിക്കുകയാണ് ഈ പെലെ എന്ന കൊച്ചുമിടുക്കൻ. 17 വയസ്സിലാണ് അദ്ദേഹം ഫൈനൽ കളിക്കുന്നത്. ഓക്കെ, 1958 1962 4 വർഷത്തിന് ശേഷം വീണ്ടും എന്ത് ചെയ്തു, തന്റെ നാട്ടിലേക്ക് കപ്പ് കൊണ്ടുവന്ന് ആ വാഗ്ദാനം വീണ്ടും നിറവേറ്റി. 1966 ബ്രസീലിന് കപ്പ് നഷ്ടപ്പെട്ടു. 1970 മൂന്നാമതൊരു കപ്പ് കൂടി കൊണ്ടുവന്നാണ് ആ മകൻ അച്ഛനോടുള്ള വാഗ്ദാനം നിറവേറ്റിയത്. ഓക്കെ, നമുക്കെല്ലാം അച്ഛനമ്മമാരുണ്ടല്ലോ. നമ്മൾ എന്തെങ്കിലും വാഗ്ദാനം കൊടുത്തിട്ടുണ്ടോ? ആ വാഗ്ദാനം നിറവേറ്റാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ ആ പേരൻസിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചീറ്റിംഗ് ആണ് അല്ലേ? ശരിയല്ലേ? നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ തരുന്നു. എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് കൊണ്ടു തരുന്നു. പക്ഷെ നിങ്ങൾക്ക് തിരിച്ചവർക്ക് എന്താ കൊടുക്കേണ്ടുള്ളത്? അവരാഗ്രഹിക്കുന്ന ലക്ഷ്യം നേടിക്കൊടുക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യം അവർക്ക് വേണ്ടി നേടിക്കൊടുക്കുന്ന ഒറ്റ ടാർഗറ്റാണ് നിങ്ങൾ ലൈഫിൽ ചെയ്യേണ്ടത്. ആസ് എ NSS വളണ്ടിയർ യു ഷുഡ് ഡു യുവർ പാരൻസ് ഡ്രീം ഓർ യുവർ ഡ്രീം. നിങ്ങളുടെ ഡ്രീം എന്താണോ അത് ചെയ്യുക. അതെങ്ങനെ കിട്ടും? വെറുതെ കിട്ടുമോ? ഇല്ല. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്യണം. ചെയ്താൽ ഒരു ദിവസം നിങ്ങൾക്ക് ടാർഗറ്റ് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ കളി വെറും കളിയാണോ? അല്ല, കളിയിൽ ഒരുപാട് പാഠങ്ങൾ തരുന്നുണ്ട്. ആദ്യം തരുന്ന പാഠം എന്താ? നിങ്ങളെ തോൽക്കാനും ജയിക്കാനും പഠിപ്പിക്കുന്നത് കളിയാണ്. കളിയിൽ എത്ര വലിയൊരു ടീമായാലും തോൽക്കും, ചിലപ്പോ എത്ര കൊച്ചു ടീമായാലും ജയിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും. അതാണ് കളിയുടെ ഏറ്റവും, ഞാനൊരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ പ്രൊഫഷണൽ എന്ന രീതിയിൽ ഏറ്റവും അഭിമാനം കൊള്ളുന്ന ഒരു കാര്യമാണ്. കളി പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. നിങ്ങളെ ജയിക്കാൻ പഠിപ്പിക്കും, തോൽക്കാനും പഠിപ്പിക്കും. നീറ്റ് പരീക്ഷ ക്യാൻസൽ ചെയ്തു. രാജ്യത്ത് 17 കുട്ടികൾ എന്ത് ചെയ്തു? സൂയിസൈഡ് ചെയ്തു അല്ലെ. പുലിയായിട്ട് ജീവിക്കേണ്ട കുട്ടികളെ വെറും എലിയായിട്ട് ജീവിതം അവസാനിപ്പിച്ചു. പരാജയങ്ങൾ ഉണ്ടാകും അല്ലെ. പരാജയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യണം? തെറ്റ് തിരുത്തിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നാളെ നിങ്ങൾ ജയിക്കും. എക്സാം ക്യാൻസൽ ചെയ്തു, പല പല കാരണങ്ങളുണ്ട് അല്ലെ. അടുത്ത ചാൻസിൽ ഞാൻ എഴുതി പിടിക്കും, എന്റെ പാരന്റ്സിന് ഞാൻ കമ്മിറ്റ്മെന്റ് ആയിട്ട് ഞാൻ ചെയ്ത് കൊടുക്കും അല്ലെ. ആ ഒരു ക്വാളിറ്റി നിങ്ങളെ പഠിപ്പിക്കുന്നത് ആരാണ്? സ്പോർട്സിൽ മാത്രമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിപ്പിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ലൈഫിൽ പഠിക്കേണ്ടതാണ്. എല്ലാവരും ജയിക്കാൻ ഇഷ്ടമാണ്, തോൽക്കാന് ആർക്കും ഇഷ്ടമില്ല. ജയവും തോൽവിയും ലൈഫിന്റെ ഭാഗം. സ്പോർട്സ് നൽകുന്ന മെസ്സേജാണ്. എതിരാളികളെ റെസ്പെക്ട് ചെയ്യുക, ആരെയും കൊച്ചായിട്ട് കാണരുത്, അഹങ്കരിക്കരുത്. എത്ര തോറ്റി നിൽക്കുന്ന സമയത്തും തിരിച്ചു വരാനുള്ള ഒരു പാഠം നൽകുന്നത് ആരാണ്? സ്പോർട്സിലൂടെ തരുന്നുണ്ട് അല്ലെ. കഴിഞ്ഞ വർഷത്തെ വേൾഡ് കപ്പ് ഫൈനൽ കണ്ടിട്ടുണ്ടോ? എത്ര ഭയങ്കര ആവേശകരമായ ഫൈനല്. തോറ്റ് നിൽക്കുന്ന സമയത്ത് തിരിച്ചു വരാനുള്ള പാഠം നൽകുന്ന ആരാണ്? സ്പോർട്സ്. അതുപോലെ ലീഡർ അനുസരിക്കുക, കമാൻഡിങ് പവർ, ഡിസിപ്ലിൻ, പഞ്ച്വാലിറ്റി, ലവ്. കളിക്കളത്തില് ഭയങ്കര ശത്രുക്കളാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ എന്ത് ചെയ്യും? കെട്ടിപ്പിടിച്ച് ജേഴ്സികൾ കൈമാറി കണ്ണീരോട് കൂടിയാണ് ഗ്രൗണ്ട് വിടുന്നത്. കണ്ടിട്ടില്ലേ? ദാറ്റ് ഈസ് മെസ്സേജ്. ലവ്, ഷെയറിങ്, ലവ്. അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ആണ് സ്പോർട്സ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കളികൾ വെറും കളിയല്ല, ഒരുപാട് മെസ്സേജ് നമുക്ക് ലൈഫിൽ തരുന്ന